ഫ്രണ്ട്സ് എല്ലാവർക്കും MS കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള പ്രിൻസ് TVSന് മുന്നിലാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഡെലിവറിക്ക് എത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് TVSൻ്റെ. 179 കിലോമീറ്ററാണ് മൈലേജ്. ഇതിൻ്റെ TVS ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ പറ്റിയുള്ള ചെറിയ രൂപത്തിലുള്ളൊരു വിവരണം ഞാൻ തരുന്നതാണ്. തുടർന്ന് ഉടനെ തന്നെ വിശദമായൊരു വീഡിയോ ചാനൽ ഉണ്ടാകുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കാണുക. TVS ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നതാണ് TVSൻ്റെ വണ്ടി. വൈറ്റും ബ്ലൂ ആണ് വരുന്നത്. മുമ്പിൽ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒരു DRL ടൈപ്പിലാണ് വരുന്നത്. ഉള്ള അടിപൊളി ലുക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഒക്കെ മറകാടൊക്കെ മെറ്റലാണ്. ഒരാൾ കയറി നിന്നാലും ഒന്നും സംഭവിക്കാത്ത പോലത്തിലുള്ള അടിപൊളി സംഭവമാണ്. പിന്നെ അതേപോലെ ബാറ്ററി വരുന്നത് 9.2 കിലോവാട്ടാണ്. ഫ്രണ്ടിലാണ് വരുന്നത്. പിന്നെ സാധാ വണ്ടിയിൽ വരുന്ന പോലെ തന്നെ ബ്രേക്ക് ലിവർ, ഹാൻഡ് ബ്രേക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഹോണ്, വൈപ്പർ, പിന്നെ മോഡ് സെലക്ഷൻ സ്വിച്ചുകൾ F, M, R, അതുപോലെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ്, ഹെഡ്ലൈറ്റ് ഓണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ബ്ലൂടൂത്ത് ആക്സസിബിലിറ്റി ഉള്ളതാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഇതിന്. പിന്നെ മൊബൈൽ ചാർജർ വരുന്നുണ്ട്. ഇവിടെയാണ് വരുന്നത്. പിന്നെ വെള്ളം ഒക്കെ വെക്കാനുള്ളൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. രണ്ട് ഭാഗവും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ സീറ്റ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സീറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇതാ ഈ സൈഡിലാണ്. ഇവിടെ തന്നെ ഉള്ളിലാണ്. വെള്ളമൊന്നും ആവില്ല, ആ രൂപത്തിലാണ്. അതിന് പുറത്തുനിന്നും ഉള്ളിൽ ചാർജ് ചെയ്യാൻ രൂപത്തിലാണ്. പിന്നെ ചാർജർ വരുന്നത് ഇതാ 3 കിലോവാട്ടിൻ്റെ ഈ ചാർജറാണ്. അതുപോലെ സ്റ്റെപ്പിന് ഇവിടെയാണ് വരുന്നത്. അതിന് ലോക്കും കാര്യങ്ങളും ഉണ്ട്. ഡിക്കിയിൽ നല്ല സ്പേസിന് ഡിക്കി അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ഒരു LED ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ LED ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് മോട്ടർ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അടിഭാഗം തട്ടാത്ത രൂപത്തിലുള്ള നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ നല്ല അടിപൊളി സസ്പെൻഷനാണ് വരുന്നത്. ഈ സൈഡിൽ ഇതാ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുവഴിയും ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ടയർ വരുന്നത് 3 ടയറും റേഡിയൽ ടയറാണ് വരുന്നത്. JKൻ്റെ ടയറാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120/80 R12 ടയറിൻ്റെ സൈസ് വരുന്നത്. ഓയിൽ ബ്രേക്കാണ്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ഉണ്ട്. 3 മിനിറ്റ് വരെ കയറ്റത്തിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യാതെ നിൽക്കും. പിന്നെ മോഡ് സെലക്ടർ മോഡ് ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് മാറുന്നത് കാണാൻ പറ്റും. ഫോർവേഡ് ഈ മോഡ് സെലക്ട് ചെയ്യുന്ന എക്കോ, സിറ്റി, പവർ എന്നീ 3 മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. റിവേഴ്സ് വരുന്നുണ്ട്. തൽക്കാലം ഓഫ് ചെയ്യാണ്. അപ്പം ഈ ഇനാഗ്രേഷൻ പരിപാടിയിലേക്കും ലോഞ്ചിങ്ങിൻ്റെ പരിപാടിയിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ബാക്കി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടക്കമുള്ള വീഡിയോ ചാനൽ ഉടനെ ഉണ്ടാവും കേട്ടോ. മിററിനൊരു പ്രത്യേകത ഉണ്ട്. നല്ല അടിപൊളി മിററാണ്. ഇങ്ങനെ അങ്ങോട്ട് ഫോൾഡായി നിൽക്കുന്ന ടൈപ്പാണ് മിറർ. പിന്നെ അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മുകളിലേക്കും താഴേക്കൊക്കെ നല്ല ക്ലിയറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ്. അപ്പം ഈ വാഹനങ്ങളൊക്കെ എടുക്കുന്ന ഡ്രൈവർമാർ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്ത വീഡിയോയിൽ അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവരെന്തുകൊണ്ടാണ് ഈ വാഹനം എടുക്കാൻ തയ്യാറായതെന്നുള്ള അടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവുക. ബാക്കി ഇനാഗ്രേഷൻ പരിപാടിയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇവിടെ TVSൻ്റെ ലോഞ്ചിങ്ങിനായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് വന്നിരിക്കുന്നത് കോഴിക്കോട് RTO റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ നസീർ സാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം തന്നെ ആയിരിക്കും
ഈ വാഹനം എടുത്ത 13 ആളുകൾക്കും കീ നൽകുന്നത്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോവാം. നമസ്കാരം. പ്രിൻസ് TVSൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ് സെറമണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ പ്രേക്ഷകരായി വന്നിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് സിറ്റിയിലെ അധികവും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം അവരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. കോഴിക്കോട് ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെയും പോയി പറയാറുണ്ട്, കേരളത്തിൽ എവിടെ പോയാലും ഏറ്റവും നല്ല അഭിപ്രായമുള്ള ഡ്രൈവർമാരുള്ള ഒരു പ്രദേശമാണ് കോഴിക്കോടിലെ ഓട്ടോ ഡ്രൈവർമാർ. ഞങ്ങൾ മധ്യ തിരുവിതാംകൂറിൽപ്പെട്ടവർ വന്നാലും ഒരു വഴി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എത്തിപ്പെടുമ്പോൾ, ഇന്നലെ ഞാൻ രാത്രി ഒരു 9 മണിക്ക് റോഡിലിറങ്ങി കൈയടിച്ചു. ആദ്യത്തെ വണ്ടി നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. നമ്മൾ എങ്ങോട്ടാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണ്ടേ? അല്ല, എനിക്ക് ഒരു ഓട്ടം വിളിച്ചിട്ട് പോകണതാണ്, പോകുന്ന വഴിക്ക് സാറിനെ വിടാനാണെങ്കിൽ വിടാലൊന്നും. അപ്പോൾ എനിക്ക് തോന്നി അത് മര്യാദയാണെന്ന് തോന്നി. ഞാൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റോഡെത്ര തിരക്കേറിയാലും റോഡെത്ര മോശമായാലും വാഹനത്തിൽ ഇരിക്കുന്ന യാത്രക്കാർ അറിയാത്ത വിധം വാഹനം ഓടിക്കുന്നതിനാണ് യഥാർത്ഥ നല്ല ഡ്രൈവർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എയർപോർട്ടിൽ 15 മിനിറ്റ് കൊണ്ട് എത്തിക്കുന്നവനല്ല യഥാർത്ഥ ഡ്രൈവർ. അപ്പോൾ ഡീസൽ വണ്ടി ഓടിക്കുമ്പോഴും ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ നല്ല പ്രാക്ടീസ് ഉള്ളത്. ഡീസൽ വണ്ടിയിൽ ഒരു ജെർക്കിങ് അല്ലേ, നമുക്ക് ഇപ്പോൾ EV പലരും തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ യാത്രക്കാർക്ക് ഇരിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലിൽ സംസാരിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്നു. അതായത് വളരെ സ്മൂത്തായിരിക്കും റണ്ണിങ് അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്തത്. ഇവിടെ 179 റേഞ്ച് എന്നൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം കൊണ്ട് നമുക്ക് റണ്ണിങ്ങിലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അനൗൺസർ ഒരു കാര്യം പറഞ്ഞു, ബ്ലൂടൂത്ത് കണക്ഷൻ. അത് നല്ലതാണ്, പക്ഷേ യൂസിങ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ് ഈസ് പണിഷബിൾ. അത് മനസ്സിലായിക്കോണം. ഇവർ കച്ചവടം കൂട്ടാൻ വേണ്ടി പലരും പറയും. ആ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് കേൾപ്പിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബ്ലൂടൂത്തിൻ്റെ മറവിൽ നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ചെവിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നു. സൈഡിൽ കൂടെ വന്നവരെ കാണുന്നില്ല, ഓപ്പോസിറ്റ് വന്നവരെ കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? നമുക്കും അപകടം പറ്റും, മറ്റുള്ളവർക്കും അപകടം പറ്റും. അപ്പം നൂതന വിദ്യകൾ ഓരോ വാഹനത്തിലും പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ അത് ജനോപകാരപ്രദമായി വരണമെന്ന് എപ്പോഴാണ്? അത് പണിഷബിൾ അല്ലാത്തപ്പോഴാണ്, നിയമാനുസൃതമായി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ പ്രിൻസ് TVSൻ്റെ ഒരു വ്യവസായ സംരംഭം ഇത്രയധികം പ്രേക്ഷകർ, ഞാൻ 4 മണിക്കൊന്നും എത്തുമെന്നെങ്കിലും ഇപ്പോൾ 5 മണിയായി. എനിക്ക് ഇനിയൊരു സമൂഹം നോമ്പ് തുറയുടെ കാലഘട്ടമാണ്, ഒരു പല സ്ഥലത്ത് ഉദ്ഘാടനത്തിന് കൊണ്ടുണ്ട്. എന്നാലും ഇത്രയും കാത്തു നിന്നത് ഈ സ്ഥാപനത്തോടുള്ള സ്നേഹവും ബഹുമാനവും അവരുടെ സർവീസിൻ്റെ ഒരു ബഹുമതി കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ പ്രേക്ഷകർ എത്രത്തോളം ചേർത്ത് നിർത്തുന്നോ, എത്രത്തോളം അടുത്ത് നിർത്തുന്നോ, കൂട്ടി നിർത്തുന്നോ, അവർക്ക് വേണ്ട സർവീസുകൾ. അല്ല, വാഹനം വിറ്റതിന് ശേഷം അവരൊരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ ആ സ്ഥാപനം വളരെ അതിലായിട്ട് മുന്നോട്ട് പോകില്ല. അപ്പോൾ പ്രിൻസ് TVSന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നിങ്ങളുടെ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ വാഹനം മേടിക്കുന്നവർക്ക് നല്ല മികച്ച സർവീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെത്ര കാത്ത് ഈ സംരംഭം കേട്ടു നിന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കടലിൽ വെള്ളമുണ്ടെങ്കിലേ തിരമാലയ്ക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ പോലെ ഏതൊരു വ്യവസായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ശക്തി എന്ന് പറയുന്ന പ്രേക്ഷകരാണ്, ഉപഭോക്താക്കളാണ്. അവരെപ്പോഴും ചേർത്ത് നിർത്തി അവർക്ക് മാക്സിമം സർവീസ് കൊടുത്തുകൊണ്ട് നമ്മുടെ നല്ല വളർച്ച ഇതിന് പ്രിൻസ് മോട്ടേഴ്സിന് ഉണ്ടാകട്ടെ എന്നും EVയുടെ എല്ലാ ഗുണങ്ങളും മനസ്സിലാക്കി അത് പൊതുജനോപകാരപ്രദമായ രീതിയിൽ ഓരോ ഡ്രൈവർമാർ അത് യൂട്ടിലൈസ് ചെയ്ത് മികച്ച രീതിയിലുള്ള വരുമാനം കരസ്ഥമാക്കി നിങ്ങൾക്കെല്ലാം നല്ലൊരു ജീവിതം, അപകടമില്ലാത്ത ഒരു യാത്ര നിങ്ങൾക്കും വാഹനത്തിരിക്കുന്നവർക്കും റോഡിൽ ഉപയോഗിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൽപിയുടെ പാർട്ണറായ ഷിനോജ് നായർ സാറിന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ സർ പ്ലീസ്. നമസ്കാരം. വളരെ സന്തോഷത്തോടെയും ഭയങ്കര ബഹുമാനത്തോടെയും ഒരു ത്രില്ഡായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. കാരണം
ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മറ്റുള്ള പല കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഉണ്ടായിട്ട് കൂടി ടി വി എസിന് ഇല്ലായിരുന്നു എന്നുള്ളൊരു കുറവ് കുറേ കാലമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു കുറവ് അല്ലെങ്കിൽ ആ ഒരു സങ്കടം കമ്പനി ആയിട്ട് അത് മാറ്റി തന്നതിന് അതിൻ്റെ എല്ലാ അർത്ഥത്തോടു കൂടിയിട്ടാണ്. കാരണം കേരളത്തിൽ തന്നെ 3 ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇപ്പോൾ ഈ ഒരു EV മാക്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിലൊന്ന് നമുക്കറിയാം, കോഴിക്കോടിൻ്റെ എന്താ പറയുക പൈതൃകം പറയുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കോഴിക്കോടിൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ സത്യസന്ധതയും അവരുടെ ആ ഒരു കൾച്ചറും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു കണ്ണൂർക്കാരനാണ്. പണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് കേൾക്കാറുണ്ട് കോഴിക്കോടിൻ്റെ ഈ ഒരു ഹിസ്റ്ററി. അപ്പോൾ അതൊരു ഈ ഒരു ഡിസ്ട്രിക്റ്റിനെ ഈ ഒരു EV മാക്സിൻ്റെ ആദ്യം കസ്റ്റമേഴ്സ് ആവാൻ വേണ്ടി സെലക്ട് ചെയ്തതിൽ ഒരുപാട് എന്താ പറയുക താങ്ക്സ് ഞാൻ TVS മോട്ടോർ കമ്പനിയോട് ഈ സമയത്ത് പറയാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് 13 പേര് TVSന്റെ പ്രിയങ്കരായ 13 പേരാണ് അവരുടെ സ്വപ്ന വാഹനം കൂടുതൽ ലേണിങ്സിലോട്ട് ഏൺ ചെയ്യുന്ന രീതിയിലുള്ള സ്വപ്ന വാഹനം സ്വന്തമാക്കാൻ പോകുന്നത്. സോ യെസ്, നമ്മുടെ ലോഞ്ചിങ് സെറമണിയിലോട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കടക്കാൻ പോവാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും 1 by 1 ആയിട്ട് ഞാൻ സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ആർടിഒൻ്റെയാണ്. സോ തീർച്ചയായും കാലിക്കറ്റിന്റെ പ്രിയങ്കരനായ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായ ചീഫ് ഗസ്റ്റ് P.N. നസീർ സാറിനെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി നല്ലൊരു കൈയോടുകൂടി തന്നെ നമുക്ക് വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. Let's welcome the RTO of Calicut, P.N. Nasir sir, to the stage. Sir, please kindly be seated.